വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ടെന്ന് പറഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ജോബ് വേക്കൻസിയാണ്. നമുക്ക് 25,000 രൂപ തൊട്ട് 45,000 രൂപ വരെ എയിം ചെയ്യാനായിട്ട് വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ജോബ് വേക്കൻസിയാണ് ഞാൻ ഷെയർ ചെയ്ത് തരാൻ പോകുന്നത്. ജോബിന്റെ പേര് വന്നിട്ടെന്ന് പറഞ്ഞാൽ ബിസിനസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവ് എന്നാണ്. IT സെയിൽസിലാണ് ജോബ് വേക്കൻസി വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെയുള്ള ജോബ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മസ്റ്റായിട്ടും ഈ ഒരു ജോബിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പൊ സാലറിയുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, 25,000 രൂപ മുതൽ 45,000 രൂപ വരെ നമുക്ക് ഇതിൽ നിന്ന് ഏൺ ചെയ്യാം. അപ്പം സ്റ്റാർട്ടിങ് എന്തായാലും നമുക്ക് 25,000 രൂപ പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെയുള്ള സാലറിയാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം നമുക്ക് ഇവിടെ ഇവര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് മൊബൈൽ ഫോൺ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ വർക്ക് ഫ്രോം ഹോം ആണ്, പെർമനന്റ് ജോബാണ്. അപ്പം വീട്ടിലിരുന്ന് മൊബൈൽ ഫോൺ യൂസ് ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റുന്നവർക്ക് ഈ ഒരു ജോബ് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പൊ ഞാൻ ഈ ജോബിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ട്. എന്താണ് റെസ്പോൺസിബിലിറ്റി, എക്സ്പീരിയൻസ് എന്താണ് എന്ന് തൊട്ട് തുടങ്ങുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ട്. അപ്പൊ വീഡിയോ ഫുൾ വാച്ച് ചെയ്യുക. അതിനു മുന്നേ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നെങ്കിൽ എന്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ കമന്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ നോട്ടിഫിക്കേഷൻ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഇന്നത്തെ ജോബ് വന്നിട്ടെന്ന് പറഞ്ഞാൽ ബിസിനസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവ് ആണ്. ഓട്ടേഴ്സ് ടെക്നോളജി പ്രൈവറ്റ് ലിമിറ്റഡ്, കൊച്ചി, കേരള എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ അഡ്രസ്സ് കൊടുത്തേക്കാം. വീഡിയോയിൽ ലാസ്റ്റ് ഞാൻ ഫോൺ നമ്പർ അതുപോലെ മെയിൽ ID എന്തെങ്കിലും ഉണ്ടെങ്കിലും അത് ഞാൻ കൊടുത്തേക്കാം. നിങ്ങൾക്ക് അത് നോക്കിയിട്ട് അവരുമായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ പെർമനന്റ് ജോബാണ് വരുന്നത്. നിങ്ങൾക്ക് ഇതിന്റെ പ്രധാനപ്പെട്ട റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. അന്താരാഷ്ട്ര വിപണിയിൽ പുതിയ ബിസിനസ് അവസരങ്ങൾ സൃഷ്ടിക്കുക എന്ന് വെച്ചാൽ അന്താരാഷ്ട്ര വിപണി എന്ന് പറയുന്നത് നമ്മുടെ USA, UK, യൂറോപ്പ് രാജ്യങ്ങളിൽ നമ്മുടെ പുതിയ ബിസിനസ് അവസരങ്ങൾ മനസ്സിലാക്കി അത് എന്ത് ചെയ്യുക, നമ്മൾ അത് മനസ്സിലാക്കി തിരിച്ചറിഞ്ഞിട്ട് നമ്മൾ ആ രീതിയിലേക്ക് നമ്മൾ ബിസിനസ്സിനെ ഡെവലപ്പ് ചെയ്തെടുക്കുക. പിന്നെ വെബ് ഡെവലപ്മെന്റ്, മൊബൈൽ ആപ്പ് ഡെവലപ്മെന്റ്, പിന്നെ അതുപോലെയുള്ള ട്രാൻസ്ഫോർമേഷൻ സേവനങ്ങൾ തുടങ്ങിയ IT മേഖലയിലെ വിൽപ്പന ലക്ഷ്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള തന്ത്രങ്ങൾ വികസിപ്പിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുക. എന്ന് വെച്ചാൽ നമ്മുടെ IT മേഖലയിൽ ഉണ്ടാകുന്ന പുതിയ ഓരോ ആപ്ലിക്കേഷൻസ്, വെബ് ഡെവലപ്മെന്റ്സ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചിട്ട് അത് കൂടുതൽ സെയിൽസ് നടത്താനായിട്ട് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുക. പിന്നെ ട്രേഡുകൾ, ഉപഭോക്തൃ ആവശ്യങ്ങൾ, സാധ്യതയുള്ള ബിസിനസ് വിഭവങ്ങൾ എന്നിവ തിരിച്ചറിയുന്നതിന് വിപണി ഗവേഷണം നടത്തുക. എന്ന് വെച്ചാൽ ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള ഡെവലപ്മെന്റ് നമ്മൾ ചെയ്തു കൊടുക്കുക. എന്ന് വെച്ചാൽ വിപണിയിൽ ഇറങ്ങുന്ന പുതിയ പുതിയ ഐറ്റങ്ങളുണ്ടല്ലോ, അത് ആൾക്കാരിൽ എത്രമാത്രം അവരിൽ എത്തുന്നുണ്ട്, അവർക്ക് ഏതൊക്കെയാണ് പുതിയതായിട്ട് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആൾക്കാരിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന സാധനം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അത് ഡെവലപ്പ് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. പിന്നെ നമുക്ക് കോമൺ ആയിട്ട് എല്ലാവരും പറയുന്ന പോലെ, എല്ലാ ജോലിയിലും പറയുന്ന പോലെ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം. ആൾക്കാരുമായിട്ട് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സ്കിൽ ഉണ്ടായിരിക്കണം. ഓഫറുകൾ പരിഷ്കരിക്കാനും ലീഡ് പരിവർത്തനം മെച്ചപ്പെടുത്തുവാനും സാങ്കേതിക മാർക്കറ്റ് ടീമുകളെ സഹകരിക്കുക. കണ്ടോ, എന്ന് വെച്ചാൽ കമ്പനിയുടെ പ്രോഡക്റ്റുകൾ സെല്ല് ചെയ്ത് പോകണമെങ്കിൽ എന്ത് വേണം, വിവിധ തരം ഓഫറുകൾ, അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാരിലേക്ക് പ്രോഡക്റ്റ് എത്തിക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യണം അല്ലെ. ഓഫറുകൾ കൊടുക്കണം, പരസ്യങ്ങൾ കൊടുക്കണം, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ പ്രചരണം നടത്തണം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അപ്പം അതൊക്കെ ചെയ്യുന്നതിനും അതുപോലെ തന്നെ അത് ഡെവലപ്പ് ചെയ്യാനായിട്ട് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുക. ഇതൊക്കെയാണ് മെയിനായിട്ട് ഇവർ പറയുന്ന നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ. ഒറ്റയടിക്ക് പറഞ്ഞാൽ പ്രോഡക്റ്റ് എങ്ങനെ സെല്ല് ചെയ്യണം, അത് ഏത് പ്രോഡക്റ്റ്, ഇപ്പോൾ IT മേഖലയിലുള്ള പ്രോഡക്റ്റ് ആണെങ്കിലും ഉപഭോക്താക്കളുടെ ഇടയിലുള്ള പ്രോഡക്റ്റ്സ് ആണെങ്കിലും അതൊക്കെ നമ്മൾ IT റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യണം, ഡെവലപ്പ് ചെയ്തിരിക്കണം. നമ്മുടെ പണ്ടത്തെ കാലമല്ല. ഇപ്പം സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ IT പരമായിട്ടുള്ള ഒരുപാട് സോഫ്റ്റ്വെയറുകൾ ഇറങ്ങിയിട്ടുണ്ട്, അതുപോലെ തന്നെ ആപ്ലിക്കേഷൻസ് ഇറങ്ങിയിട്ടുണ്ട്. അതുപോലെ നമ്മൾ എന്ത് ചെയ്യണം, മറ്റുള്ളവരിലേക്ക് നമ്മുടെ IT റിലേറ്റഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ്, സോഫ്റ്റ്വെയർ, വെബ്, പിന്നെ ഈ വിപണികളിൽ നടത്തുന്ന ആൾക്കാർക്ക് ഒരുപാട് ആപ്ലിക്കേഷൻസ്, സോഫ്റ്റ്വെയർ ഒക്കെ വേണം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ആൾക്കാരിൽ എത്തിച്ചിട്ട് സെയിൽ നടത്തണം. ഇപ്പം കമ്പനിക്ക്
ആപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ അത് മറ്റുള്ളവരിൽ എത്തിക്കുക, സെൽ ചെയ്യുക. പ്രോഡക്ട്സ് ആണെങ്കിൽ അങ്ങനെ എന്താണെന്ന് വെച്ചാലും നമ്മൾ ആൾക്കാരിലേക്ക് എത്തിച്ചിട്ട് അത് അവരിലേക്ക് സെൽ ചെയ്യിക്കണം. അതാണ് നമ്മുടെ മെയിനായിട്ട് അവർ ഉദ്ദേശിക്കുന്ന റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ഇനി എക്സ്പീരിയൻസ് എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. IT സെയിൽസിൽ നമുക്ക് 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഇന്റർനാഷണൽ സെയിൽസിൽ നമുക്ക് 3 ഇയേഴ്സിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. പിന്നെ HubSpotൽ 2 ഇയേഴ്സിൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. പിന്നെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് 1, 2 ഉള്ളതിൽ കുഴപ്പമില്ല. ഇപ്പോൾ 3 ഇയേഴ്സ് അവർ മിനിമം കൊടുത്തിരിക്കുവാണ്. നിങ്ങൾക്ക് അതിൽ കുറവാണെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ ഫ്രഷേഴ്സിൻ്റെ കാര്യമൊന്നും അവർ പറഞ്ഞിട്ടില്ല, എക്സ്പീരിയൻസ് വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം IT ഫീൽഡിലാണ് പോസ്റ്റ് തന്നെ ബിസിനസ് ഡെവലപ്മെൻറ്റ് എക്സിക്യൂട്ടീവ് എന്നാണ്. അപ്പം ഏതായാലും അവർ എക്സ്പീരിയൻസ് അവർ പ്രിഫർ ചെയ്യും. ഫ്രഷേഴ്സിനെ അവർ നോക്കുന്നില്ലെന്നും പറഞ്ഞിട്ടില്ല, ഫ്രഷേഴ്സിനെ വേണമെന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫ്രഷേഴ്സ് ആണെങ്കിലും ജസ്റ്റ് അവരൊന്ന് കോൾ ചെയ്ത് നോക്കി എന്താണ് കാര്യങ്ങളൊക്കെ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മനസ്സിലാവുമല്ലോ. അപ്പോൾ താല്പര്യമുള്ളവർ ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ, സീ യു.